എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീഷ്മ കൊടും കുറ്റവാളി, വെറും ചെറ്റ, അവളുടെ പക്വതയില്ലാത്ത സമയത്ത് സംഭവിച്ചു പോയൊരു അബദ്ധമാണ് ഷാരോണിനെ കൊല്ലാനിടയുണ്ടായതെന്ന് ബഹുമാനപ്പെട്ട നമ്മളുടെ ജസ്റ്റിസ് കെമാൽ പാഷ പറയുകയുണ്ടായി. ആ ഒരു പ്രസ്താവന അദ്ദേഹം എന്ത് മോശമായൊരു സ്ത്രീയെയാണ് പക്ഷം ചേർന്ന് സംസാരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷോപലക്ഷം ആളുകൾ കാണുമ്പോഴും അവരെല്ലാം വിമർശിക്കുകയും അവരുടെ എല്ലാം അമർഷം പറയുകയും ചെയ്യുന്ന കമന്റ് ബോക്സുകൾ അങ്ങേക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഇത്തരം കൊടും ചെറ്റത്തരം ചെയ്ത കൊടും കുറ്റവാളിയായ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് അങ്ങ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും അങ്ങ് ആലോചിച്ചിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. ഞാൻ 2 വർഷം മുൻപ് നമ്മുടെ ന്യൂസ് ചാനലിൽ വന്നൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതായത് ഷാരോണിന്റെ സഹോദരൻ വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഗ്രീഷ്മ പറയുന്ന ഒരു പക്വതയില്ലാത്തൊരു ചെറുപ്പക്കാരി പെൺകുട്ടി പറയുന്ന ഒരു കാര്യവും, അതേപോലെ തന്നെ ഷാരോൺ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് രോഗം മൂർച്ഛിച്ച് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഷാരോൺ ഗ്രീഷ്മയോട് പറയുന്നൊരു കാര്യവും നമ്മുടെ ബഹുമാനപ്പെട്ട കെമാൽ പാഷെ ഇതൊന്ന് കണ്ടു നോക്കണം. അങ്ങാണ് പറഞ്ഞത് ഷാരോൺ നിരന്തരമായി ഇവളുടെ ഫോട്ടോസ് ബിറ്റാക്കി വെച്ചതിന് ശേഷം അത് വെച്ച് ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്തു. അത് വെച്ചിട്ട് ഷെയർ ചെയ്യുമെന്നുള്ള പേടിയിൽ പെൺകുട്ടി അറിയാതെ ചെയ്തു പോയൊരു തെറ്റ്, പെൺകുട്ടി സ്വയരക്ഷാർത്ഥം ചെയ്തു പോയൊരു തെറ്റാണെന്നാണ് അങ്ങ് പറഞ്ഞത്. ഇതൊരു പെൺകുട്ടി എന്ന് ഒരിക്കലും ഒരാൾക്കും വിളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരത ചെയ്ത ഒരു ചെറ്റ എന്ന് വേണം ഇവിടെ വിളിക്കാൻ. വെറും ചെറ്റത്തരം കാണിച്ച ഗ്രീഷ്മ എന്ന കൊടും കുറ്റവാളി, ഇവളെയൊക്കെ തൂക്കി കൊന്നു കളയുക വേണ്ടത്. ഒരു സമയം പോലും ഇവൾക്ക് ജീവിക്കാൻ അർഹതയില്ല അവൾക്ക്. അവൾ ആ ഷാരോണിന്റെ അടുത്ത് അവളുടെ ഒരു അഭിനയമുണ്ട്. അവൾ കരഞ്ഞ് മെഴുക്കിക്കൊണ്ടൊരു വർത്താനമുണ്ട്. അയ്യോ, ആ ജ്യൂസിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്കും തോന്നുന്നു, എനിക്കും വയ്യ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ. ഇതേപോലെ കഷായം കുടിച്ചാൽ ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചില്ലേ, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. തൊണ്ടയൊക്കെ പൊള്ളിക്കിടക്കുന്ന ഒരവസ്ഥയിലും ഗ്രീഷ്മയെ ഒരു തരത്തിലും ഷാരോൺ സംശയിച്ചിരുന്നില്ല. ആ ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അവളോട് ആ കുപ്പിയുടെ ലേബൽ ആ പയ്യൻ ചോദിക്കുന്ന സമയത്ത് അവള് പറയാണ്, അയ്യോ ആ ലേബൽ ഇല്ല കേട്ടോ, അത് കുപ്പിയിൽ പാതിയാ കഷായം തന്നെയാണ്. കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ, സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചെന്ന്. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. എനിക്ക് ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അടപ്പില് ലേബലൊന്നും ഇല്ല. സജിനത് പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്, എന്റെ കയ്യിലൊന്നും തരില്ല. ഒരു പക്വതയില്ലാത്ത ഒരു കൊച്ചിന്റെ ആ നല്ല ബോധ്യത്തോടെ, ഉറച്ച ബോധ്യത്തോടു കൂടി തെളിവുകൾ എങ്ങനെ ഇല്ലാണ്ടാക്കാന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ചെയ്തു പോയതാണ്. അങ്ങീ പറയുന്ന പോലെ പക്വത ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തെളിവുകൾ കയ്യിൽ വെച്ച് നല്ല അങ്ങ് അത് പറയേണ്ടത്. അങ്ങേപോലെ ഇത്രയും വലിയ കാര്യങ്ങളെ പറ്റി സീരിയസ് ആയിട്ട് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വെറും മണ്ടന്മാരായി പോവുകയാണ് അല്ലേ. ഈ ഒരു പെൺകുട്ടി എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഈ വെറും ചെറ്റ ഗ്രീഷ്മ എന്ന ചെറ്റ, ഇവള് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് എല്ലാത്തിനും ദൈവം ഒരു തെളിവ് അവശേഷിപ്പിക്കും. ഏതൊരു കള്ളത്തരവും ഒരു നാൾ തെളിയും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ ഏതൊരു കള്ളത്തരം എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം അത് മറന്നീക്കി പുറത്തു വരുമെന്നുള്ളതിന്റെ പൂർണ്ണ ബോധ്യം അല്ലെങ്കിൽ അതിന്റെ തെളിവാണ് ഗ്രീഷ്മയുടെ ഈ കൊലപാതകത്തിന്റെ ചുരുളയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണമായതും. ഗ്രീഷ്മ തെളിവുകൾ കൈവച്ചുകൊണ്ട് പക്വതയില്ലാത്തതുകൊണ്ട് നടന്നൊന്നുമല്ല, ദൈവം അതിന് തെളിവ് കാണിച്ചു തന്നാണ്. ആ പയ്യനെ പറ്റി അങ്ങ് ഇത്രയും അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ അവനൊരു കുടുംബമുണ്ട്, കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിന് ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അങ്ങേപോലെ ഇത്രയും പ്രായമായ അല്ലെങ്കിൽ ഇത്രയും കേസുകൾ ഹാൻഡിൽ ചെയ്ത ഒരാൾക്ക് ഇത് ചിന്തിക്കാം. അങ്ങ് വിധിച്ചിരിക്കുന്ന പല കേസുകളും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം. പുരുഷന്മാർക്കൊരു നീതി, പെണ്ണുങ്ങൾക്കൊരു നീതി എന്ന് പറഞ്ഞിട്ട് എന്ത് നീതിന്യായ വ്യവസ്ഥയാണ്? കോടതിയിൽ ഇപ്പോൾ നിലവിലുള്ള ആളുകൾ വിധിച്ചൊരു കേസിനെ വീട്ടിലിരുന്നു കൊണ്ട് റിട്ടയർഡ് ആയ ഒരാൾക്ക് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല.
അതിനെ കുറ്റം പറയാൻ എനിക്കും യോഗ്യതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. വായും മൂടിയിരിക്കാനായിട്ട് എന്നും ജനങ്ങൾ വായും മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല സാർ. ജനങ്ങൾ പ്രതികരിക്കും. ജനങ്ങളുടെ പ്രതികരണം കാണണമെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഇതിലൊന്ന് ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഗ്രീഷ്മയുടെ പങ്കിനെ പറ്റി അന്ന് മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഗ്രീഷ്മയോട് ഈ ഷാരോണിന്റെ സഹോദരൻ നിരന്തരം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു കൊടും ക്രിമിനലിന്റെ ഉരുണ്ടുകളി ഗ്രീഷ്മയുടെ വാക്കുകളിൽ വ്യക്തമായി. ഷാരോണിന്റെ സഹോദരനുമായുള്ള ഗ്രീഷ്മയുടെ സംഭാഷണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കേൾക്കാം. ഇതിൽ ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോടാണ് കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്ന ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പറോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ? സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചെന്ന്. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലേബലൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാ, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഗ്രീഷ്മ കൊടുത്ത വിഷം കഴിച്ച് ഷാരോൺ ജീവനോട് മല്ലിടുന്ന സമയത്താണ്, ആശുപത്രിയിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഷാരോണിന്റെ സഹോദരൻ ഗ്രീഷ്മയെ വിളിച്ച് ആ കഷായത്തെ പറ്റി ചോദിച്ചത്. അപ്പോഴും അഭിനയിക്കുകയായിരുന്നു ഗ്രീഷ്മ. ആ വാക്കുകളാണ് കേട്ടത്. കൊടും ചതിയാണ് സുഹൃത്തായ ഷാരോണിനോട് ഗ്രീഷ്മ ചെയ്തത്. വീട്ടിൽ നിന്ന് കഷായം കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഷാരോൺ നിർത്താതെ ഛർദ്ദിക്കുകയായിരുന്നു. 3 ആശുപത്രികൾ മാറി മാറി ചികിത്സ തേടി. തീരെ വയ്യാതായി. ആരോഗ്യം വഷളാകും വരെ ഷാരോൺ ഗ്രീഷ്മയെ ഒട്ടും സംശയിച്ചില്ല. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ. ഇതേപോലെ കഷായം കുടിച്ചാൽ ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചില്ലേ, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. തൊണ്ടയൊക്കെ പൊള്ളിക്കിടക്കുന്ന ഒരവസ്ഥയിലും ഗ്രീഷ്മയെ ഒരു തരത്തിലും ഷാരോൺ സംശയിച്ചിരുന്നില്ല. ആ ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഗ്രീഷ്മ എന്ന പക്വതയില്ലാത്ത പാവം ചെറുപ്പക്കാരിയുടെ ചെറിയ ലീലാവിലാസങ്ങൾ ചിലപ്പോൾ അങ്ങ് നന്നായേക്കുവന്നേ. പെണ്ണിനെ അങ്ങ് വെറുതെ അഴിച്ചു വിട്ടിരുന്നാലേ. ഹൈക്കോടതി നെയ്യാറ്റിൻകര സെഷൻ കോടതി ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നതാണ് ഈ ഒരു വധശിക്ഷ. അത് എത്രയും വേഗം നടപ്പിലാക്കണമേ എന്നാണ്. മേൽക്കോടതി പോയാലും അതിനൊരു സപ്പോർട്ട് കിട്ടരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എത്രയും വേഗം ഇവിടെയൊക്കെ തൂക്കി കൊന്നു കളയണമെന്നാണ് ഞാനും പറയുന്നത്.